NIOS +2 ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്ററിയുടെ കോഴ്സ് കോഡ് വരുന്നത് 315 ആണ്. മാക്സിമം മാർക്ക് എക്സാമിന് 100 മാർക്ക്. ടൈം 3 മണിക്കൂറാണ് ഉണ്ടാവുക. എക്സാം സ്റ്റാർട്ട് ചെയ്തത് മുതൽ 3 മണിക്കൂർ. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 51 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യനും കമ്പൽസറിയാണ്, മീൻസ് എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ്റെ മാർക്കും അതിൻ്റെ അതായ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്ഷണൽ A ഓർ ഓപ്ഷണൽ B ഏതാണോ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ മാത്രമേ നമ്മൾ ഓപ്ഷണലിൽ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. സെക്ഷൻ എ കൺസിസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 1 to 20. ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 20 വരെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതിന് 1 മാർക്കാണ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും അതിന് 2 അതിലധികമോ ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എഴുതാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് B ആണ്. സെക്ഷൻ എയിൽ തന്നെ അത് ക്വസ്റ്റ്യൻ നമ്പർ 21 മുതൽ 35 വരെ ആയിരിക്കും. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്യാരിങ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അറ്റംപ്റ്റ് ദിസ് ക്വസ്റ്റ്യൻസ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഈച്ച് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ സൈഡ് കൊടുത്തിട്ടുണ്ടാവും, അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ സെക്ഷൻ B എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 36 മുതൽ 41 വരെയാണ്. അത് 30 അല്ലെങ്കിൽ 50 വേർഡ്സിനാണ് എഴുതേണ്ടത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 42 മുതൽ 47 വരെ ഷോർട്ട് ആൻസർ ടൈപ്പാണ്. അതിൻ്റെ മാർക്ക് വരുന്നത് 3 മാർക്കാണ്. പിന്നീട് 48 മുതൽ 50 വരെ ലോങ് ആൻസർ ടൈപ്പാണ്. അതിന് 5 മാർക്കാണ് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 51 മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് 5 മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ടോട്ടലി നമുക്കൊന്ന് പരിശോധിച്ചാൽ കാണാം. അതിൽ ഒന്ന് MCQ മോഡൽ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത് ഫിൽ ഇൻ ദി ബ്ലാങ്കും മാച്ച് ദി ഫോളോയിങ് അങ്ങനെ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അധികം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഇനി സെക്ഷൻ Bയിൽ വരുന്ന സമയത്ത് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഒന്നുണ്ടാവുക. അപ്പോൾ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മൾ എഴുതേണ്ടത് ഏകദേശം ഒരു 30-50 വേർഡ്സിന് മാത്രമേ നമ്മൾ എഴുതേണ്ടതുള്ളൂ 2 മാർക്കിന്. കാരണം അത് ഒരുപാട് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ടൈപ്പാണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് എന്ന് പറയുന്നത് 3 മാർക്കിനാണ്. അത് ഏകദേശം 50 to 80 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ 5ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ലോങ് ആൻസർ ടൈപ്പാണ്. ലോങ് ആൻസർ ടൈപ്പാണ് 5 മാർക്കിന് വരുന്നത്. അത് ഏകദേശം നമ്മൾ 80 വേർഡ്സ് to 120 വേർഡ്സിനാണ് എഴുതേണ്ടത്. പിന്നീട് ലാസ്റ്റ് വരുന്ന ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. മാപ്പ് തന്നിട്ട് അതിലെ ചില സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവ ഓരോന്നും എത്ര എണ്ണം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്നാണ് അവിടെ ടാബിളിൽ കൊടുത്തിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏകദേശം 20 ക്വസ്റ്റ്യൻസും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും. പിന്നെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്പർ 6 എണ്ണം. പിന്നെ ഷോർട്ട് ആൻസറിൻ്റെ ടൈപ്പ് 6 എണ്ണം. ലോങ് ആൻസർ ടൈപ്പ് 3 ക്വസ്റ്റ്യൻസ്. സ്കിൽ മാപ്പ് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യനുമായിരിക്കും ഉണ്ടാവുക. ടോട്ടൽ അങ്ങനെ 51 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഓരോന്നിൻ്റെ മാർക്കുമാണ് കുളത്ത് കൊടുത്തിരിക്കുന്നത്. വെരി ഷോർട്ട് ആൻസറിൻ്റെ 2 മാർക്ക്, പിന്നെ ലോങ് ആൻസർ ടൈപ്പിൻ്റെ 5 മാർക്ക്, പിന്നെ സ്കിൽ മാപ്പിന് 5 മാർക്ക്. ടോട്ടൽ അങ്ങനെ 100 മാർക്കിനായിരിക്കും എക്സാം ഉണ്ടാവുന്നത്. പിന്നെ നമുക്കറിയാം ഹിസ്റ്ററിയിൽ നമുക്ക് 6 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. ആ 6 മൊഡ്യൂളിനും ഓരോ മൊഡ്യൂളിനും എത്ര മാർക്ക് വീതമാണെന്നാണ് കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ മൊഡ്യൂളിന് 20 മാർക്കിനും 2ാമത്തെ മെഡിവൽ ഇന്ത്യ എന്ന മൊഡ്യൂളിനും 20 മാർക്ക്, മോഡേൺ ഇന്ത്യയിൽ നിന്ന് 15 മാർക്ക്, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കണ്ടംപററി ഇന്ത്യയിൽ നിന്ന് 15 മാർക്ക്, പിന്നെ കണ്ടംപററി വേൾഡിൽ നിന്നും 15 മാർക്ക്. പിന്നെ 6ാമത്തേൽ 2 ഓപ്ഷണൽ മൊഡ്യൂളാണ്. അതിൽ നിന്ന് 15 മാർക്കിനാണ് ഉണ്ടാവുക. ഓപ്ഷണൽ മൊഡ്യൂളിൽ കംപ്ലീറ്റ് നമ്മൾ പഠിക്കേണ്ട ഏതെങ്കിലും ഒന്നുകിൽ 6 A മൊഡ്യൂളിൽ 6 A അല്ലെങ്കിൽ മൊഡ്യൂൾ 6 B ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നൽകുന്ന മൊഡ്യൂളിന് നല്ല ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.